പൂനെയിൽ ജോലി ചെയ്യുകയായിരുന്ന മലയാളി സൈനികനെ കാണാതായതിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കോഴിക്കോട് പാവങ്ങാട് സ്വദേശിയും ബോക്സിംഗ് താരവുമായ കെ വിഷ്ണുവിനെയാണ് ഇക്കഴിഞ്ഞ 17-ാം തീയതി മുതൽ കാണാതായിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്, പറയൂ. വിഷ്ണുവിനായുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്നും എലത്തൂരിൽ നിന്നുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ പൂനെയിൽ എത്തിയത്. ഇന്നലെ വൈകിട്ടോടെ അവർ മുംബൈയിലെത്തി, പിന്നീട് രാത്രിയോടെ പൂനെയിലേക്ക് പോയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഈ സംഘവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ വിഷ്ണു ജോലി ചെയ്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുകയാണ് ഇന്നത്തെ ഒരു ലക്ഷ്യം. മാത്രമല്ല, വിഷ്ണുവുമായി അടുത്ത പരിചയമുള്ള ആരെങ്കിലും പൂനെയിലുണ്ടെങ്കിൽ അവരുമായൊക്കെ വിവരശേഖരണം നടത്തണം. ഒരു അകന്ന ബന്ധു അടക്കം പൂനെയിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആകെ മൊത്തം ഒരു ദുരൂഹത ഇക്കാര്യത്തിലുണ്ട്. വിഷ്ണു മനഃപൂർവ്വം മാറി നിൽക്കുകയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ ഇല്ല. 16-ാം തീയതി രാത്രിയാണ് വിഷ്ണു പെട്ടെന്നൊരു ദിവസം രാത്രി വീട്ടിലേക്ക് വരികയാണെന്നുള്ള വിവരം അമ്മയുടെ മൊബൈലിലേക്ക് ഒരു ഓഡിയോ സന്ദേശമായി അയക്കുന്നത്. പക്ഷേ പിന്നീട് 17-ാം തീയതി അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷൻ ലോണാവല, അതായത് മുംബൈക്കും പൂനെയ്ക്കും ഇടയിലുള്ള ലോണാവല, അതൊരു ഹിൽ സ്റ്റേഷനാണ്, അവിടെ കാണുകയും ചെയ്തു. അങ്ങനെ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. പൂനെയിൽ നിന്ന് ഈ 17-ാം തീയതി പുലർച്ചെ അദ്ദേഹം 15,000 രൂപ പൂനെ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ATM നിന്ന് പിൻവലിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കുടുംബത്തിനുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അത് കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ATM അടക്കം CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ചാവും പോലീസിൻ്റെ ഒരു പരിശോധന ഈ ഘട്ടത്തിൽ നടക്കുക. ഏതായാലും സൈബർ വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിയുള്ള ഒരു വിപുലമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നതാണ് അറിയുന്നത്. SKN ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.